വേദത്തിൻ്റെ ഒരു ഉപവേദമാണ് ധനുർവേദം. ധനുർവേദം എന്നൊക്കെ പറയുമ്പോൾ ഈ ധനുസ് എന്നൊക്കെ പറഞ്ഞാൽ വില്ലെന്ന് പറഞ്ഞാൽ രാമൻ്റെ തോളെ കിടക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേർ ഈ കൊങ്ങണിക്കമ്പ് വളച്ചിട്ട് വെച്ച് കെട്ടുന്നത്, സിനിമയും നാടകമൊക്കെ കണ്ട് നമ്മളെ വളരെ വികലമാക്കിയിട്ടുണ്ട്. ഈ സാധനം ഒരു കമ്പ് വളച്ച് വെച്ച് അതേ നിന്നൊരു അസ്ത്രം തൊടുത്തു വിട്ടാൽ എന്ത് മന്ത്രം അതേ ജപിച്ചാലും ശരി, അത് തീയൊന്നും ഉണ്ടാക്കില്ല. ഒരു മിസൈലിന് അഗ്നി എന്ന് പേര് നൽകുമ്പോൾ അത് തീയാണെന്നാണ് ജനം ധരിക്കുക. അതതിൻ്റെ പേര് മാത്രമാണ്. ഇതുപോലെ അന്നത്തെ കാലത്ത് അയച്ചു എന്ന് പറയുന്ന അസ്ത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളും വിശേഷണങ്ങളും അനുസരിച്ച് ഒരു കലാകാരൻ്റെ ഭാവനയിൽ സ്ഥൂലമായി രൂപപ്പെടുത്താവുന്നതല്ല ഈ സാധനം. ഒരു വിമാനം രൂപാന്തരപ്പെടുത്തുന്നു എന്ന രൂപകൽപ്പന അതിൽ കണ്ടാൽ എപ്പോഴും ആ സംസ്കൃതി നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ആ ശാസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനകത്ത് നിന്നെടുത്ത് കുറേ ഗവേഷകന്മാരിരുന്ന് പഠിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവൻ ഈ പുസ്തകമെല്ലാം കയ്യിൽ വെച്ചിട്ട് അവൻ കുത്തിയിരുന്ന് വായിച്ച് അഭിമാനിക്കേണ്ട ഒരു ഗ്രന്ഥമല്ലിത്. അവർക്ക് അഭിമാനിക്കാൻ ഈ ഗ്രന്ഥങ്ങളെ വിട്ടുകൊടുക്കുകയും ഭരണകൂടങ്ങളും ശാസ്ത്രജ്ഞന്മാരും അതിനെതിരായി നിശ്ചിതമായ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തതോടുകൂടിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സത്ത നഷ്ടപ്പെട്ടത്. ആ ഗ്രന്ഥങ്ങളെ എടുത്ത് അതിലെന്തെഴുതിയിരിക്കുന്നു മിനിമം അതെങ്കിലും ചെയ്യണം. എന്നിട്ടത് തെളിയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് നമുക്കിപ്പോൾ തെളിയിക്കാൻ പറ്റാത്ത അന്ധവിശ്വാസമാണെന്ന് തോന്നും. തള്ളിക്കളയട്ടെ. അത് മിനിമം മര്യാദയാണ്. അത് ഈ ദേശവാസികൾ തന്നെ അതിനെ തള്ളിക്കളയുകയും പാശ്ചാത്യൻ ഇതൊക്കെ വലിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഇന്നും ഇവിടെ സമ്മതിക്കാത്ത ആളുകളുടെ അടുക്ക വന്നിരുന്ന് രഹസ്യമായി പഠിക്കുകയും അതെല്ലാം അവൻ കൊണ്ടുപോവുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇതിനോടുള്ള മമത പോലും നമ്മുടെ ആളുകൾക്കില്ല വരുന്നത്. വിചിത്രതരമല്ലേ? ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചാലും ആയുർവേദം പഠിച്ചാലും ഹോമിയോപ്പതി പഠിച്ചാലും ഏത് സാധനം പഠിച്ചാലും ഇവിടുത്തെ ജനതയുടെ ആരോഗ്യമാണ് പ്രശ്നമെങ്കിൽ ഒന്നിനെതിരെ മറ്റൊരുത്തൻ ആക്രോശിച്ച് നടക്കാതെ അതിനകത്ത് വല്ലതുകൊണ്ടോ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ. മാധ്യമങ്ങളും അതല്ലേ നോക്കേണ്ടത്. ഇപ്പം ജനജീവിതത്തിൻ്റെ ഉപകാരമല്ല മാധ്യമങ്ങൾ നോക്കുന്നതെന്ന്, ജനജീവിതത്തിൻ്റെ ഉപകാരമല്ല ഈ പുരോഗമനക്കാർ നോക്കുന്നതെന്നുള്ളതിന് ഇതിനേക്കാൾ ഉദാഹരണം വേണോ? സുഹൃത്തെ, എനിക്കറിയില്ല. അത് ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം എന്നെങ്കിലും പറയാനുള്ളൊരു മര്യാദയല്ലേ മര്യാദ? തീർച്ചയായും. മറിച്ച് ഞാൻ കച്ചവടക്കാരനായതുകൊണ്ട് മറ്റത് വളർന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം കുറയും, അതിന് പ്രയോജനമുണ്ടെന്ന് കണ്ടിരിക്കുന്നു, അതിന് തടയിടേണ്ടതാണ്, അതുകൊണ്ട് അതിനെതിരെ ഒരുപാട് അപവാദങ്ങൾ ഉണ്ടാക്കി അതിനെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ മാത്രമേ എൻ്റെ കള്ളക്കച്ചവടം നടക്കൂ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ മനസ്ഥിതി ഏതേത് രംഗങ്ങളിൽ വളർന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ആധുനിക വിദ്യാഭ്യാസം കച്ചവടക്കാരെ മാത്രം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. മനുഷ്യ സ്നേഹത്തെ അത് ജ്വലിപ്പിക്കുന്നില്ല. ഇത്രയും കച്ചവട സംഘങ്ങൾ ആ രംഗങ്ങളെ കൊഴുപ്പിക്കുമ്പോൾ, ഈ അറിവ് പിൻവാങ്ങിപ്പോകുമ്പോൾ, ഈ കച്ചവടങ്ങൾ കൊണ്ട് ജനതയെ നേരിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എൻജിനീയറിംഗ് കഴിഞ്ഞു, MBBS കഴിഞ്ഞു, MD കഴിഞ്ഞു, അധ്യാപകനായി, ഭരണാധികാരിയായി, അങ്ങനെ ലോകോത്തരങ്ങളായ അറിവുകൾ അറിയാവുന്ന ആളുകൾ സെക്രട്ടറിമാരുമായും ഒക്കെ ഇരിക്കുമ്പോൾ, മന്ത്രിയായി ജഡ്ജിയായി ഒക്കെ ഇരിക്കുമ്പോൾ ശാസ്ത്രീയമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ പോയി 15 ലക്ഷവും 20 ലക്ഷവും മുടക്കിക്കഴിഞ്ഞ് ഇത്തരക്കാർ ആദിവാസികളുടെ അടുക്കലും മന്ത്രവാദത്തിലുമൊക്കെ ചെല്ലാൻ പോകുന്നു എന്ന് പറയുന്നത് മന്ത്രവാദത്തിൻ്റെയും ആദിവാസി ചികിത്സയുടെയും ആയുർവേദത്തിൻ്റെയും മേന്മയേക്കാളേറെ ഈ ചികിത്സിച്ചതിൻ്റെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നതാണ്. കച്ചവടക്കാരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സഫലമാക്കുവാൻ തന്ന സാധനം, നിങ്ങളുടെ പണം മുഴുവൻ മേടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇനി യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു ശാസ്ത്ര മാതൃകയാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ആ ഗവേഷണ പന്ഥാവ് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്.